അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദ് അൽ ഫർദിസ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അതിമഹത്തായ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ജമാഅത്തെ ഇസ്ലാമി അഖിലേന്ത്യാ ഉപാധ്യക്ഷൻ ബഹുമാന്യനായ ആരിഫ് അലി സാഹിബ്, വേദിയിലെ ജമാഅത്തെ ഇസ്ലാമിയുടെയും സോളിഡാരിറ്റിയുടെയും SIOയുടെയും വനിതാ വിഭാഗത്തിൻ്റെയും GIOയുടെയും നേതാക്കളെ, ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ, സഹൃദയരായ ശ്രോതാക്കളെ, നമ്മിലേവരിലും പ്രപഞ്ചനാഥനായ ദയാനിധിയായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹാശിസുകൾ സദാ വർഷിക്കുമാറാവട്ടെ. സുന്ദരമായ ഈ സായാഹ്നത്തിൽ നമ്മുടെ ഈ ജില്ലാ സമ്മേളനം എല്ലാ അർത്ഥത്തിലും ഫലപ്രദമായി തീരുവാൻ, പ്രയോജനകരമായി തീരുവാൻ ഇതിനുവേണ്ടി നിർവഹിക്കപ്പെടുന്നതുമായ എല്ലാ ശ്രമങ്ങളും പരലോകത്ത് അതിമഹത്തായ പ്രതിഫലാർഹമായ സൽക്കർമ്മങ്ങളായി തീരുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഇസ്ലാമിക പ്രസ്ഥാനം വൈകാരികമായി ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്ന ജില്ല കണ്ണൂരാണ്. കേരളത്തിൽ ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ ശബ്ദം എത്തുവാൻ പശ്ചാത്തലമൊരുക്കിയത് ഈ കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടിയാണ്. മർഹൂം ഹാജി സാഹിബ് പഴയങ്ങാടിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ അവിടുത്തെ മദ്രസയിൽ വന്നുകൊണ്ടിരുന്ന തർജുമാനുൽ ഖുർആനിലൂടെയാണ് അദ്ദേഹം മൗദൂദ് സാഹിബുമായി ആത്മബന്ധം സ്ഥാപിക്കുന്നത്. ആ ബന്ധമാണ് ഇസ്ലാമിക പ്രസ്ഥാനം ഇവിടെ കടന്നു വരാനും അതിവിടെ വളർന്നു വരാനും പശ്ചാത്തലമൊരുക്കിയത്. ആ ഹാജി സാഹിബ് തൻ്റെ നിറയൗവനത്തി ലോകത്തോട് വിട പറഞ്ഞപ്പോൾ അതിനെ തലേന്നാൾ താമസിച്ചതും പഴയങ്ങാടിയിലെ അബ്ബാസ് ഹാജിയുടെ വീട്ടിലായിരുന്നു എന്നത് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർക്കുകയാണ്. അതിനാലാണ് വൈകാരികമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ജില്ല കണ്ണൂരാണ് എന്ന് ഞാൻ പറയാനുള്ള കാരണം. ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു ഇസ്ലാമിക സംഘടനയാണ്. കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും ഭാഷയിൽ ഇസ്ലാമിനെ പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനം. പ്രവാചകന്മാരാണ് അതിൻ്റെ മാതൃക. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആദർശം പ്രവാചകന്മാർ പ്രബോധനം ചെയ്ത, ഉയർത്തിപ്പിടിച്ച അതേ ആദർശമാണ്. അതെന്താണെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. നിനക്കുമ്പ് ഒരു ദൂതനെയും നാം നിയോഗിച്ചിട്ടില്ല, ലാ ഇലാഹ ഇല്ലാ അന, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ബോധനമായി നൽകിക്കൊണ്ടല്ലാതെ. അതിനാൽ ജമാഅത്തെ ഇസ്ലാമിയുടെയും അടിസ്ഥാന ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. ഇതേ സന്ദേശം മറ്റൊരു ഭാഷയിൽ ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബു ത്വാഗൂത്ത്. പ്രപഞ്ചനാഥനായ അല്ലാഹുവിന് വഴിപ്പെട്ട് ജീവിക്കാനും എല്ലാ കൃത്രിമ ദൈവങ്ങളെയും നിരാകരിച്ചുകൊണ്ട് അവയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ജീവിക്കുവാനും ആഹ്വാനം ചെയ്തുകൊണ്ടാണ് എല്ലാ പ്രദേശങ്ങളിലും പ്രവാചകന്മാർ നിയോഗിതരായിട്ടുള്ളത്. ആ ആദർശത്തെയാണ് ജമാഅത്തെ ഇസ്ലാമിയും ഇവിടെ പ്രതിനിധീകരിക്കുന്നത്. അത് മനുഷ്യ ജീവിതത്തിൻ്റെ അടിസ്ഥാന ആദർശമാണ്. അതിൽ നിന്നാണ് ഇസ്ലാമിക ജീവിതം രൂപപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ നടത്തം, ഇരുത്തം, കിടത്തം, ഉറക്കം, ഉണർച്ച, സ്വഭാവം, സമീപനം, സമ്പ്രദായം, സംസ്കാരം, നാഗരികത, തീന്, കുടി, പെരുമാറ്റം, വ്യക്തിജീവിതം, കുടുംബഘടന, സാമൂഹ്യ വ്യവസ്ഥ, സാമ്പത്തിക വ്യവസ്ഥ, സാംസ്കാരിക വ്യവസ്ഥ, ധാർമ്മിക വ്യവസ്ഥ, രാഷ്ട്രീയ ഘടന, ഭരണ സംവിധാനം
എല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിന് രൂപം കൊണ്ടായിരിക്കണമെന്നർത്ഥം. ഒന്നുകൂടി തെളിയിച്ച് പറഞ്ഞാൽ, നാം എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കരുത് എന്ന് മുഴുവൻ മേഖലകളിലും തീരുമാനിക്കാനുള്ള പരമാധികാരം അള്ളാഹുവിന് മാത്രമാണ് എന്ന ആശയത്തെയാണ് ഇത് പ്രതിനിധീകരിക്കുന്നത്. ആ ആദർശത്തെയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരാശിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവാചകന്മാരിലൂടെ നൽകിയ ഒരു സമ്പൂർണ്ണമായ ജീവിത വ്യവസ്ഥയുണ്ട്. ആ ദൈവിക ജീവിത വ്യവസ്ഥയിൽ നിന്ന് എപ്പോഴൊക്കെ മനുഷ്യ സമൂഹം അകന്നു പോകുന്നുവോ അപ്പോഴെല്ലാം പ്രവാചകന്മാർ നിയോഗിതരാവുകയും മനുഷ്യരെ അതിൻ്റെ മൗലികമായ അവസ്ഥയിലേക്കും ഘടനയിലേക്കും തിരിച്ചു കൊണ്ടുപോകാൻ നിരന്തരമായി ശ്രമിക്കുകയും ചെയ്തിരുന്നു. അന്ത്യപ്രവാചകനായ നബി തിരുമേനിക്ക് ശേഷം ആ ദൗത്യം ഇസ്ലാമിക നവോദ്ധാരകന്മാരും നവോത്ഥാന പ്രസ്ഥാനങ്ങളും പണ്ഡിതന്മാരും ഏറ്റെടുക്കുകയുണ്ടായി. ജമാഅത്തെ ഇസ്ലാമിയും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ്. അതിനാൽ ജീവിതത്തിൻ്റെ ഏതേത് മേഖലകളിൽ അനിസ്ലാമികത ജീർണത നിൽക്കുന്നോ അവിടങ്ങളിൽ എല്ലാം ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ച് നിൽക്കുക തന്നെ ചെയ്യും. നമ്മുടെ സമൂഹത്തിൽ ചരിത്രത്തിൻ്റെ മിക്ക ഘട്ടങ്ങളിൽ എന്ന പോലെ ഇപ്പോഴും കടുത്ത അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമുണ്ട്. 100% നഗ്നനായ മനുഷ്യന് ഇന്ത്യയിലെ ഒരു സംസ്ഥാന അസംബ്ലിയിലെ സ്പീക്കറുടെ കസേരയിലിരിക്കാൻ കഴിയുമാർ ആ ഇരിക്കുന്ന മനുഷ്യൻ്റെ കാല് ആ നിയമസഭയിലെ അംഗങ്ങൾ തൊട്ടുമുത്തുകയും ചുംബിക്കുകയും ചെയ്യുമാർ കടുത്ത അനാചാരം ഇവിടെ നിലനിൽക്കുന്നു. പ്രവാചകനെ സ്വപ്നം കണ്ടെന്ന് അവകാശപ്പെട്ട് പ്രവാചകൻ നൽകിയ നിർദ്ദേശങ്ങളാണെന്ന് പറഞ്ഞ് എന്ത് കള്ളക്കഥയും പ്രചരിപ്പിക്കാനും അതിൻ്റെ പേരിൽ സാധാരണക്കാരനെ ചൂഷണം ചെയ്യാനും പ്രബുദ്ധമായ കേരളത്തിലെ മുസ്ലിം സമുദായത്തിലെ മതപുരോഹിതന്മാർക്ക് കഴിയുന്ന അവസ്ഥയും ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എല്ലാ അന്ധവിശ്വാസങ്ങളുടെയും അടിവേരറുക്കുന്ന പ്രവാചകന്മാർ പ്രബോധനം ചെയ്ത ആശയത്തെ ജമാഅത്ത് ഇസ്ലാമി ഈ രാജ്യത്തെ 130 കോടി ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കും. നിങ്ങൾ വിളംബരം ചെയ്യുക, ആകാശഭൂമികളിൽ അള്ളാഹുവിനല്ലാതെ ആർക്കും അഭൗതികമായ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമുള്ള വൈബിയായ അറിവില്ല, കഴിവുമില്ല. നാളെ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല. നമ്മുടെ രാജ്യത്ത് സുനാമി ഉണ്ടായപ്പോൾ അത് സംഭവിക്കുമെന്ന് 6 മണിക്കൂർ മുമ്പ് നായ്ക്കൾക്കറിഞ്ഞെങ്കിലും വേറെ ഒരൊറ്റ മനുഷ്യനും അതറിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഒരു ചെറിയ ഉപകാരമോ ഉപദ്രവമോ അഭൗതികമായ മാർഗത്തിലൂടെ ചെയ്യാൻ സാധ്യമല്ല. ഒരു തലവേദനയോ വയറുവേദനയോ നൽകാൻ ആർക്കെങ്കിലും കഴിയുമായിരുന്നുവെങ്കിൽ ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പോലും ആവശ്യമായി വരുമായിരുന്നില്ല, ലോകത്ത് യുദ്ധവും ആവശ്യമായി വരുന്നില്ല. അതിനാലാണ് പ്രവാചകന്മാർ പറഞ്ഞു, പ്രവാചകന്മാർ പോലും പ്രഖ്യാപിച്ചു, ആകാശഭൂമികളുടെ ഖജനാവിൻ്റെ വശമില്ല, എനിക്ക് അഭൗതികമായ കാര്യങ്ങൾ അറിയുകയില്ല. അതിനാൽ ജമാഅത്ത് ഇസ്ലാമി രാജ്യത്തെ മുഴുവൻ മനുഷ്യരോടും പറയുന്നു, കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമുള്ള അറിവോ കഴിവോ അള്ളാഹുവിനല്ലാതെ ആർക്കുമില്ല. അതിനാൽ അവനോടല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കുകയോ സഹായം തേടുകയോ അവനല്ലാതെ മറ്റാർക്കെങ്കിലും ആരാധനകളോ അർച്ചനകളോ പൂജകളോ നിർവഹിക്കാൻ പാടില്ലെന്ന് അതിശക്തമായി ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരോടും പറയുന്നു. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് വമ്പിച്ച സാമ്പത്തികമായ കുറ്റകൃത്യങ്ങൾ നടക്കുന്നു. വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ 25 പ്രവാചകന്മാരിൽ 2 പ്രവാചകന്മാരെങ്കിലും സാമ്പത്തിക രംഗത്തെ ദൂർത്തിനെതിരെയാണ് ശക്തമായി ഇടപെട്ടതെങ്കിൽ പ്രവാചകനായ ശുഐബ് നബി അലൈഹിസ്സലാം തൻ്റെ ജനതയിൽ മദിയൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന സമ്പാദിക്കുന്നതിലെ കുറ്റകൃത്യങ്ങൾക്കെതിരെയാണ് അതിശക്തമായി ഇടപെട്ടത്. അളത്തത്തിലും തൂക്കത്തിലും കൃത്യമാണ് അന്ന് നിലനിന്നിരുന്നത്. ഒന്ന് തെളിയിച്ച് പറഞ്ഞാൽ 20 കിലോ തൂക്കിയെടുക്കുന്നതിന് പകരം 22 23 കിലോ തൂക്കിയെടുത്തു. 10 15 ലിറ്റർ അളന്നു കൊടുക്കുന്നതിന് പകരം ചിലപ്പോൾ 13 8 ലിറ്റർ അളന്നു കൊടുത്തു. ഇന്നത്തെ സാഹചര്യത്തിൽ അതൊരു അഴിമതിയായി, കുറ്റകൃത്യമായി, സാമ്പത്തികമായി ഒരു തിന്മയായി കണക്കാക്കപ്പെടാത്ത അത്ര നിസ്സാരമായിരുന്നു. എന്നിട്ട് പോലും പ്രവാചകനായ ശുഐബ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക, എന്നെ നിങ്ങൾ അനുസരിക്കുക. പിന്നീട് പറഞ്ഞു, വൗഫുൽ കൈല വലാ തകൂനു മിനൽ മുഖ്സിരീൻ വസിനു ബിൽ ഖിസ്താസിൽ മുസ്തഖീം വലാ തബഖസുൻ നാസ് അഷ്യാഉ വലാ തൻസു ഫിൽ മുഫ്സിരീൻ. ലക്ഷക്കണക്കിന് കോടികളുടെ അഴിമതി നടക്കുന്ന, നോട്ട് നിരോധനത്തിന് ശേഷം മാത്രം പോലും എത്ര കോടി അഴിമതിയുടെ കഥകളാണ് പുറത്തു വന്നത് നമുക്കറിയാം. അതിനാൽ
പ്രവാചകന്മാരുടെ പ്രതിദാനം നിർവഹിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി ഈ രാജ്യത്തെ എല്ലാ അഴിമതിക്കാരുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നു, നിങ്ങൾ ഈ ഭൂമിയിൽ അന്യൻ്റെ അവകാശങ്ങൾ തട്ടിയെടുത്താൽ നിങ്ങൾ ദൈവത്തിനു മുമ്പിൽ ഹാജരാക്കപ്പെടുമ്പോൾ നിങ്ങളുടെ മുഴുവൻ സുഹൃത്തുക്കളും പാഴാവുക മാത്രമല്ല, ഈ രാജ്യത്തെ 130 കോടി ജനങ്ങളുടെ പാപഭാരം ഏറ്റുവാങ്ങി നിത്യനാശത്തിലേക്ക് നിങ്ങൾ നടന്ന് നീങ്ങേണ്ടി വരുമെന്ന് ഈ രാജ്യത്തെ 130 കോടി മനുഷ്യരെ അഴിമതിക്കാരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമി പറയുന്നു. സമ്പാദിക്കുന്നതിൽ മാത്രമല്ല കൈവശം വെക്കുന്നതിലും തിന്മയുണ്ട്. ഈ രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ 75% ഏതാനും പ്രഭു കുടുംബങ്ങളിലാണുള്ളത്. രാജ്യത്തെ 40% ആളുകൾ ദാരിദ്ര്യത്തിൻ്റെ പടികുടിയിൽ കഴിയുമ്പോൾ, നിത്യജീവിതത്തിൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുമ്പോൾ, രാജ്യസമ്പത്തിൻ്റെ 75% കൈയടക്കി വെച്ച ആളുകളുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് വേദഗ്രന്ഥത്തിൻ്റെ പിമ്പലത്തോടെ വിശുദ്ധ ഖുർആന്റെ പിമ്പലത്തോടെ ജമാഅത്തെ ഇസ്ലാമി പറയുന്നു, വല്ലദീന യക്നിസൂന الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم. നിങ്ങൾ കുന്നുകൂട്ടി വെച്ച നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ നാശത്തിന് നിമിത്തമായി മാറുന്ന, നിങ്ങളുടെ നരകത്തിയിലേക്ക് പിടിച്ച് തള്ളുന്ന ഒരു കാലം വരിക തന്നെ ചെയ്യും, ഒരു ദിനം വരിക തന്നെ ചെയ്യും. അതിനാൽ സകല സമ്പത്ത് കൈയടക്കി വെക്കുന്ന എല്ലാ കുത്തകക്കാരുടെയും നേരെ ജമാഅത്തെ ഇസ്ലാമി വിരൽ ചൂണ്ടിക്കൊണ്ട് അത് ഈ രാജ്യത്തിന് മുഴുവൻ മനുഷ്യരുടെ അവകാശമാണെന്ന് അവരെ ഓർമ്മിപ്പിക്കുന്നു. നമുക്കറിയാവുന്ന പോലെ 500 കോടി രൂപ ചെലവഴിച്ച് കല്യാണം നടത്തുന്നവർ തൊട്ട് നമ്മുടെ രാജ്യത്ത് പോലും കോടികൾ അനാവശ്യമായി ആർഭാടമായി ധൂർത്തായി ദുർവ്യയമായി വ്യയം ചെയ്യുന്നവരുണ്ട്. 2 പ്രവാചകന്മാരെങ്കിലും പൊങ്ങച്ച പ്രകടനത്തിന് വേണ്ടി ഉയർന്ന പ്രദേശങ്ങളിൽ വീടുകളുണ്ടാക്കി അഹങ്കരിച്ച ജനസമൂഹത്തിനെതിരെയാണ് തങ്ങളുടെ പ്രബോധന പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചത്. പ്രവാചകനായ ഹൂദ് അലൈഹിസ്സലാം ആദ് സമുദായത്തോട് ഫത്തഖുല്ലാഹ വഅതിഊൻ എന്ന് പറഞ്ഞ ശേഷം ചോദിച്ചത്, അതബ്നൂന ബികുല്ലി റീൻ ആയതൻ തബ്സൂന തത്തഖിദൂന മസാനിയ ലഅല്ലകും തഖ്ലുദൂൻ എന്നായിരുന്നു. അവർ ചെയ്തുകൊണ്ടിരുന്ന പൊങ്ങച്ച പ്രകടനത്തിന് വേണ്ടി വലിയ മണിമേടകൾ ഉണ്ടാക്കിയെന്ന് ചോദ്യം ചെയ്തുകൊണ്ട് അത് അവസാനിപ്പിക്കാൻ അവർ ആവശ്യപ്പെട്ടു. അവർ സ്വീകരിച്ചില്ല. ഫലമോ അള്ളാഹുവിൻ്റെ ശാപകോപങ്ങൾക്ക് വിധേയമായി അവർ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്തു. അതിനാൽ ഈ രാജ്യത്തെ ധൂർത്തരായ ദുർവ്യക്കാരായ ആർഭാടക്കാരായ അനാവശ്യമായി സ്വത്ത് പണം ചെലവഴിക്കുന്നവരുടെ മുഴുവൻ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അവർ അഭിമുഖീകരിക്കാനിരിക്കുന്ന ഭൂമിയിലെ വിപത്തിനെക്കുറിച്ചും മരണശേഷമുള്ള അവരുടെ ദുരന്തത്തെക്കുറിച്ചും ജമാഅത്തെ ഇസ്ലാമി താക്കീത് ചെയ്യുന്നു. പ്രവാചകനായ സ്വാലിഹ് അലൈഹിസ്സലാം തൻ്റെ ജനതയോട് തൻ്റെ സമൂഹത്തോട് സമൂഹഗോത്രത്തോട് ചോദിച്ചതും മറ്റൊന്നായിരുന്നില്ല. ലോകാന്ത്യം വരെയുള്ള ജനകോടികൾക്ക് എക്കാലവും ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന നിലയിൽ സൗദി അറേബ്യയിലെ സമൂഹത്തിൻ്റെ സമൂഹഗോത്രത്തിന് അടയാളങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. മദീനയിൽ നിന്ന് കേവലം 5 മണിക്കൂർ മാത്രം യാത്ര ചെയ്താൽ എത്തുന്ന മദായിനു സ്വാലിഹിന്റെ പേരിൽ അറിയപ്പെടുന്ന പ്രദേശത്ത് ധൂർത്തിൻ്റെ ദുർവ്യയത്തിൻ്റെ ധിക്കാരത്തിൻ്റെ ദാഷ്ട്യതയുടെ ഫലമായ ഒരു ജനതയ്ക്ക് ഏറ്റുവാങ്ങിയ ദുരന്തത്തിൻ്റെ നിത്യചിത്രങ്ങൾ നിങ്ങൾ കാണുവാൻ കഴിയും. അതിനാൽ ഇവിടെയുള്ള എല്ലാ ധൂർത്തന്മാരെയും ജമാഅത്തെ ഇസ്ലാമിൽ പൈശാചികമാണെന്ന് പറഞ്ഞുകൊണ്ട് ഓർമ്മിപ്പിക്കുന്നു. ചരിത്രം നിങ്ങൾ പഠിക്കണമെന്ന് അവർ ജമാഅത്തെ ഇസ്ലാമി ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ രാജ്യത്ത് പ്രാഥമിക ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയാത്ത പട്ടിണി പാവങ്ങളുണ്ട്. തീർച്ചയായും ജമാഅത്തെ ഇസ്ലാമി അവിടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുകയും സാധ്യമാവുന്നിടത്തോളം പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. കാരണം ജമാഅത്തെ ഇസ്ലാമി മനസ്സിലാക്കുന്നു, വിശുദ്ധ ഖുർആനിൽ ഒരൊറ്റ പ്രവാചകന്റെ കഥയാണ് ഇവിടെ കൃത്യമായി കഥ പറയുന്നത് പോലെ ഉദ്ധരിച്ചിട്ടുള്ളത്. അത് പ്രവാചകനായ യൂസുഫ് അലൈഹിസ്സലാമയുടെ കഥയാണ്. അത് പറഞ്ഞപ്പോൾ ഖുർആൻ തുടങ്ങിയത് അഹ്സനുൽ ഖസസ്, കഥകളിൽ വെച്ച് ഏറ്റവും നല്ല കഥ എന്നാണ്. എന്താണ് പ്രവാചകനായ യൂസുഫ് അലൈഹിസ്സലാം ഈ ഭൂമിയിൽ നിർവഹിച്ചതെന്നൊരു നിമിഷം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്തിനു വേണ്ടിയായിരുന്നു അദ്ദേഹത്തിന് ജയിലിൽ വെച്ച് സ്വപ്നവ്യാഖ്യാനത്തിൽ പരിശീലനം നൽകിയത്? എന്ത് സ്വപ്നവ്യാഖ്യാനമാണ് നൽകിയതെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ നിങ്ങൾക്കറിയാം, ജയിലിന് പുറത്തു വന്ന ശേഷമുള്ള ആ രാജ്യം അനുഭവിച്ചേക്കാവുന്ന 7 വർഷത്തെ ദാരിദ്ര്യത്തിന് മോചനം നൽകാനുള്ള വിദ്യാഭ്യാസമാണ് ജയിലിൽ വെച്ച് നൽകിയത്. ആ കാര്യം താൻ നിർവഹിക്കുമെന്നാണ് ജയിലിന് പുറത്തു വന്നപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകനായ യൂസുഫ് അലൈഹിസ്സലാം ഏറ്റെടുത്തത്. എന്താണ് അള്ളാഹുവിൻ്റെ ദീൻ്റെ സംസ്ഥാപന മാർഗത്തിൽ പ്രവാചകനായ യൂസുഫ് അലൈഹിസ്സലാം ഈ ഭൂമിയിൽ ചെയ്തെന്ന് ചോദിച്ചാൽ, പട്ടിണിയില്ലാത്തൊരു ജനതയെ രൂപം നൽകിയ ഒരു ജനതയുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നതായിരുന്നു. അതിനാൽ ജമാഅത്തെ ഇസ്ലാമി രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ അനുഭവിക്കുന്ന ദുരന്തങ്ങൾക്ക് പരിഹാരം വരുത്താനുള്ള ദൈവികമായ മാർഗദർശനം രാജ്യത്തിനു മുമ്പിൽ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായും ഇവിടെ സാംസ്കാരികമായ അപജയമുണ്ട്.
ഒരു പക്ഷേ ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ വായിച്ച മലയാളത്തിലേറെ പ്രമുഖമായൊരു വാരികയിൽ വിവാഹത്തിൻ്റെ ആവശ്യമില്ലെന്നും പകരം സഹജീവിതം മതി എന്നുമാണ് പഠിപ്പിക്കുന്നത്. വിവാഹമില്ലാത്ത മുമ്പൊക്കെ ഒരു പക്ഷേ ഉണ്ടായിരുന്ന കാഴ്ചപ്പാടിന് വ്യത്യസ്തമായ വിവാഹം തന്നെ വേണ്ടതില്ല. വിവാഹമില്ലാത്ത സഹജീവിതത്തെക്കുറിച്ച് കേരളീയർ പോലും ഉത്ബോധനം നടത്താൻ ഇവിടുത്തെ ആനുകാലികങ്ങൾ ശ്രമിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി ലൈംഗിക അരാജകത്വത്തിനെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നു, ലോകത്ത് കഴിഞ്ഞു പോയ 10-20 സംസ്കാര നാഗരികതയെക്കുറിച്ച് സൂക്ഷ്മമായി പഠിച്ചാർണ ടോയമ്പി പറഞ്ഞത്, ഇന്നോളമുണ്ടായ സംസ്കാര നാഗരികത തകർച്ചയ്ക്ക് വഴിയൊരുക്കിയത് സദാചാര ലംഘനമാണ്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു, ലൈംഗിക അരാജകത്വം അവിഹിത വേഴ്ച തലമുറകളുടെ തകർച്ചയ്ക്ക് ഭൂമിയിൽ കാരണമാണെങ്കിൽ പരലോകത്ത് കഠിനമായ ശിക്ഷയ്ക്ക് നിമിത്തമാണെന്ന് അവർ ഓർമ്മിപ്പിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്കറിയാം, നമ്മുടെ കാലത്ത് ഗേ സൊസൈറ്റികളുണ്ട്, ലെസ്ബിയൻ സമൂഹങ്ങളുണ്ട് എന്ന് മാത്രമല്ല, ലൈംഗിക തൊഴിലാളികൾ എന്ന പുതിയൊരു വർഗത്തെ പോലും ഇവിടെ സൃഷ്ടിച്ചെടുക്കാൻ ശ്രമം നടക്കുന്നു. ഒരു പ്രവാചകനായ ലൂത്ത് അലൈഹിസ്സലാം ലോകത്ത് നിയോഗിതനായത് ലൈംഗിക അരാജകത്വത്തിന് അറുതി വരുത്താനാണ്, സ്വർഗരതിക്ക് അറുതി വരുത്താനാണ്. അദ്ദേഹത്തിന്റെ ജനത സ്വീകരിച്ചില്ല. അപ്പോഴോ ഒരുപക്ഷെ ലോകത്തെ കാലത്തെയും ജനതയ്ക്ക് പാഠമായി അവർ ശിക്ഷിക്കപ്പെട്ടു. ഡൽഹിയിൽ അവർ ചാവുകടലിൽ അവർ മുങ്ങിത്താവുക മാത്രമല്ല, അവർ നശിപ്പിക്കപ്പെട്ട പ്രദേശം ഇന്നും ചരിത്രത്തിലെ ജനകോടികൾക്ക് പാഠമായി അതീവ സാന്ദ്രതയോടുകൂടിയ വെള്ളവുമായി മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ ഈ രാജ്യത്തെ മുഴുവൻ ധാർമ്മിക തകർച്ചയ്ക്ക് കാരണമായി തീരുന്ന സദാചാര ലംഘനം നടത്തുന്നവരോട് ജമാഅത്തെ ഇസ്ലാമി താക്കീത് ചെയ്യുന്നു. ഇതിനറുതി വരുത്തില്ല എങ്കിൽ ഭൂമിയിൽ നിങ്ങൾക്ക് നാശം, പരലോകത്ത് അല്ലാഹുവിന്റെ കഠിന ശിക്ഷ എന്ന് അവരെ താക്കീത് ചെയ്യുന്നു ജമാഅത്തെ ഇസ്ലാം. ഈ രാജ്യത്തൊരു പക്ഷേ ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗപരിശോധന നിയമപരമായി വിലക്കപ്പെട്ടേക്കാം. എന്നാലും ഇവിടെയും ഗർഭസ്ഥ ശിശുക്കൾ ക്രൂരമായി കൊല്ലപ്പെടുന്ന ലക്ഷക്കണക്കിന് ഗർഭസ്ഥ ശിശുക്കൾ. അതുകൊണ്ടാണ് 6 വയസ്സിന് താഴെയുള്ള 1000 ആൺകുട്ടികൾക്ക് പകരം 916 20 പെൺകുട്ടികൾ മാത്രമായി പ്രബുദ്ധ കേരളത്തിൽ പോലും മാറിയത്. അവിടെയാണ് ജമാഅത്തെ ഇസ്ലാമി സ്വന്തം ഗർഭപാത്രത്തിൽ രൂപം കൊണ്ട കുഞ്ഞ് 18 20 കൊല്ലം കഴിഞ്ഞ ശേഷം വരവോ ചെലവോ ലാഭമോ ഛേദമോ നഷ്ടമോ ശിഷ്ടമോ എന്ന് നോക്കി സ്വന്തം കുഞ്ഞിനെ കൊല്ലുന്ന മനുഷ്യത്വരഹിതമായ കർമ്മങ്ങൾ നിർവഹിക്കുന്ന അമ്മമാരുടെയും അച്ഛന്മാരുടെയും മുഖത്ത് നോക്കി ജമാഅത്തെ ഇസ്ലാമി പറയുന്നു, നിങ്ങൾ ഒരു ചോദ്യത്തെ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ സാന്നിധ്യത്തിൽ ദൈവത്തിന്റെ ചോദ്യം അഭിമുഖീകരിക്കും. അതാണ് ജമാഅത്തെ ഇസ്ലാമി രാജ്യത്തെ ജീവനോടെ കൊല്ലപ്പെടുന്ന പെൺകുട്ടികൾക്ക് വേണ്ടി വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് വേണ്ടി സംസാരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്നത്. ഈ രാജ്യത്ത് സ്ത്രീ പീഡനത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ടതിൽ അനുദിനം വരുന്ന വാർത്തകളൊക്കെയും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയും ജമാഅത്തെ ഇസ്ലാമി എന്ന പ്രവാചക വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ രാജ്യത്തെ പെൺകുട്ടികളെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ നരാധമന്മാരുടെയും നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അതിശക്തമായ താക്കീത് അവർക്കും നൽകുകയാണ് ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്നത്. ചിലപ്പോഴൊക്കെ തോന്നിപ്പാറാറുണ്ട് നമ്മുടെ ഉമ്മമാർക്ക് എന്ത് സംഭവിച്ചു എന്ന്. സ്വന്തം വയറ്റിൽ ഗർഭം ചുമന്ന് പ്രസവിച്ച കുഞ്ഞിനെ ക്രൂരമായി കൊല്ലുന്ന അമ്മമാർക്ക് പഞ്ഞമില്ലാത്ത നാളായി മാറിയിരിക്കുന്നു. അവരെ കൊല്ലാൻ കൂട്ടുനിൽക്കുന്ന അച്ഛന്മാർക്കും ഇവിടെ കുറവില്ല എന്നതാണ് വസ്തുത. അവരുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയേണ്ടതുണ്ടല്ലോ, പ്രവാചകന്റെ വചനം ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. സ്വന്തം കുഞ്ഞിനെ ചുംബിക്കാൻ സന്നദ്ധനല്ലാത്ത മനുഷ്യനെ നേരെ നോക്കി കാരുണ്യത്തിന് അവസാനത്തെ കണികയും അറ്റുപോയ ക്രൂരമായ മനസ്സിന്റെ ഉടമ എന്ന് വിശേഷിപ്പിച്ച പ്രവാചക വചനം നമ്മെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. ജമാഅത്തെ ഇസ്ലാമി അക്കാര്യം ഇവിടെ നിർവഹിക്കുകയാണ് ചെയ്യുന്നത്. തങ്ങളെ പോറ്റി വളർത്തിയ മാതാപിതാക്കളെ അഭയസങ്കേതങ്ങളിലേക്ക് അയക്കുന്ന മക്കളുമുണ്ട് ഇവിടെ. ജീവിതത്തിന്റെ സായാഹ്നത്തിൽ സ്വന്തം മക്കളുടെ സാന്നിധ്യം അനുഭവിക്കാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ ഈ രാജ്യത്ത് ആയിരക്കണക്കിന് 10,000-കണക്കിനാണ്. അവരെ വിശുദ്ധ ഖുർആന്റെ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് ഓർമ്മിപ്പിക്കുന്നു, മാതാപിതാക്കൾ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ പാഴാധിക്യം കൊണ്ട് പരവശാവുമ്പോൾ അവർക്ക് അസ്വാസ്ഥ്യമുണ്ടാക്കുന്ന ഒരു അക്ഷരം പോലും ഉരിയാടരുത് എന്ന് അവർ ഉണർത്തുകയാണ് ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്നത്. മാത്രമല്ല, അള്ളാഹുവിന് നന്ദി കാണിക്കുക, നിങ്ങൾ സ്വന്തം മാതാപിതാക്കളെ നന്ദി കാണിക്കുക. ദൈവത്തിന്റെ പ്രീതി മാതാപിതാക്കളുടെ പ്രീതിയാണെന്ന പ്രവാചക വചനവും അവിടെ ശ്രദ്ധയിൽ ജമാഅത്തെ ഇസ്ലാമി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ദാമ്പത്യം ഇന്ന് തകർന്നുകൊണ്ടേയിരിക്കുന്നു. അതേക്കുറിച്ച് വിശദമായി പിന്നീട് വരുന്നത് കൊണ്ട് ഞാനിപ്പോൾ സൂചിപ്പിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം മാത്രം സൂചിപ്പിക്കുന്നു, ജമാഅത്തെ ഇസ്ലാമി രാജ്യത്തെ പാതിയിലേറെ വരുന്ന സഹോദരിമാരുണ്ട്. ഇവിടെ തന്നെ ഒരുമിച്ച് കൂടിയ ഒരുപക്ഷെ 2/3 ഭാഗവും സഹോദരിമാരാണ്. ആ സ്ത്രീ സമൂഹത്തിന്റെ ശാക്തീകരണത്തിന് വേണ്ടി ജമാഅത്തെ ഇസ്ലാമി പറയുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിക്കുന്നു,
വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരനായ, അക്രമിയായ, മർദ്ദകനായ, സ്വേച്ഛാധിപതിയായ ഫറവോനെതിരെ സ്വന്തം കൊട്ടാരത്തിൽ ഉയർത്തെഴുന്നേറ്റ് വിമോചനത്തിന്റെ ഉജ്ജ്വലമായ കാഹളം മുഴക്കിയ ആസ്യാബിയുടെ പൈതൃകമാണ് അവർക്കുണ്ടാവേണ്ടത് എന്ന്, ആസ്യാബിയുടെ പാരമ്പര്യമാണ് അവർക്കുണ്ടാവേണ്ടത് എന്ന് ജമാഅത്തെ ഇസ്ലാമി തീർച്ചയായും വിശ്വസിക്കുന്ന ഈ രാജ്യത്തെ സ്ത്രീ സമൂഹത്തോട് പറയുന്നു. റബ്ബി ബില്ലി ഇന്നക ബൈതൻ ഫിൽ ജന്ന വനജ്നി മിൻ ഫിറൗന അമലിഹി വനജ്നി മിനൽ ഖൗമിൽ ളാലിമീൻ. മർദ്ദകനായ സ്വന്തം ഭരണാധികാരി രക്ഷയ്ക്ക് വേണ്ടിയുള്ള കേവലം ഒരു മന്ത്രമല്ല, പ്രാർത്ഥനയല്ല, അത് അതിശക്തമായ വിപ്ലവാഹ്വാനമാണ്. ആ വിമോചനത്തിന്, വിപ്ലവത്തിന്റെ വീരഗാഥ മുഴക്കാനുള്ള കരുത്ത് ഈ രാജ്യത്തെ സഹോദരന്മാർക്കുണ്ടാവണമെന്ന് ജമാഅത്തെ ഇസ്ലാമി ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പറയുകയും ചെയ്തു. അതോടൊപ്പം നിങ്ങൾക്കറിയാം, മനുഷ്യന്റെ മൗലികാവകാശങ്ങൾ ഇവിടെ ചതച്ചരക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ജീവന്റെ സംരക്ഷണം എന്ന് ഏതൊരു സമൂഹവും അംഗീകരിക്കുന്ന വളരെ മൗലികമായ അവകാശമാണ്. പക്ഷേ മുഹമ്മദ് അഖ്ലാഖ്മാർ പോലുള്ളവർ ക്രൂരമായി കൊല്ലപ്പെടുന്നു. ഒന്നും രണ്ടുമല്ല, കഴിഞ്ഞ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള 6 പതിറ്റാണ്ടുകളിലൂടെ 10,000-കണക്കിന് വർഗീയ ലാഭങ്ങളിലൂടെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ ക്രൂരമായി കൊല്ലപ്പെടുന്നത്. മനുഷ്യജീവന് തീരെ വിലയില്ലാതായി പോയി സമൂഹത്തിന് മുമ്പിൽ മനുഷ്യജീവന്റെ വില ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിച്ച വിശുദ്ധ ഖുർആന്റെ വാക്യം അവരെ കേൾപ്പിക്കാൻ ജമാഅത്ത് ശ്രമിക്കുന്നു. ഒമിൻ അജലി ദാലിക കതബനാ അലാ ബനി ഇസ്രായീൽ അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ വഫസാദിൻ ഫിൽ അർളി ഫകന്നമാ ഖതൽനാശമേ. ഒരാളെ കൊല്ലുന്ന ലോകത്തിൽ 800 കോടി മനുഷ്യരെ കൊല്ലുന്ന പോലെ ക്രൂരകൃത്യമാണെന്ന് പ്രഖ്യാപിച്ച വേദഗ്രന്ഥത്തിന് അടിത്തറയിൽ ഈ രാജ്യത്തെ എല്ലാ കൊലയാളികളെയും അക്രമികളെയും നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അരുത് കാട്ടാളാ, വാൽമീകി മഹർഷി കൗഞ്ചപ്പക്ഷിയെ കൊന്ന വേട നോക്കി പറഞ്ഞില്ലേ, മാനിഷാദ പ്രതിഷ്ഠാത്മകമശ്വാസീ സമയേൽക്രോഞ്ചാം ഇതിനാദേഹം അവധി കാമോഹിതം. അഥവാ അരുത് കാട്ടാള എന്ന് ഒരു കൗഞ്ചപ്പക്ഷിയുടെ വേദന ആത്മവേദനയാക്കി പാടിയ വാൽമീകി മഹർഷിയുടെ പാരമ്പര്യമുള്ള ഇന്ത്യൻ ജനതയെ അത് ഉണർത്താനാണ് ജമാഅത്തെ ഇസ്ലാമി ശ്രമിക്കുന്നത്, ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യജീവന്റെ വില ഉയർത്തിപ്പിടിക്കുക എന്നത് നമ്മുടെ ഏറ്റവും വലിയ ബാധ്യതയായി ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കുന്നു. സ്വാതന്ത്ര്യവും പൗരാവകാശ ലംഘനങ്ങളും സ്വാതന്ത്ര്യ നിഷേധവും എത്ര ശക്തമായാണ് ഇവ നിലനിൽക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. നമ്മുടെ തൊട്ടടുത്ത കർണാടകയിലെ മുഹമ്മദ് നസീർ അഹമ്മദ് എന്ന സഹോദരൻ 23 കൊല്ലമാണ് നിരപരാധിയായ ചെറുപ്പക്കാരൻ ജയിലിൽ കിടന്നത്. കേരളത്തിലെ 180-ലേറെ ചെറുപ്പക്കാർ UAP അനുസരിച്ച് തടവിലാണുള്ളത്. ഇന്ത്യയിൽ 10,000-കണക്കിനാണ്. നിസ്സഹായരായ നിരപരാധരായ മനുഷ്യ മക്കൾ തങ്ങളുടെ ജീവിതത്തിന്റെ യൗവനം ജയിലറകളിൽ ഹോമിക്കപ്പെടേണ്ടി വരുന്ന നിസ്സഹായരായ മനുഷ്യ മക്കളുടെ പേരിൽ ജമാഅത്തെ ഇസ്ലാമി പറയുന്നു, അവരുടെ സ്വാതന്ത്ര്യം കവർന്നെടുക്കാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം നൽകിയത്? അക്രമം എന്നത് സ്വാതന്ത്ര്യ നിഷേധമാണെന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ ഉത്തരാധികാരിയായ ഉമറുൽ ഫാറൂഖ് ഉണ്ട്. അദ്ദേഹം ചോദിച്ചല്ലോ, മതാ ഇസ്താബത്തും നാസ് മഹത്വം ആറാറോ എന്നാണ് നിങ്ങൾ മനുഷ്യ അടിമലാക്കാൻ തുടങ്ങിയത്? അവിടെ മാതാക്കളെ സ്വതന്ത്രരായാണല്ലോ പ്രസവിച്ചത്. നീതി നിഷേധം അടിമത്തമാണെന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാമിന്റെ തിണ്ണബലത്തിൽ നിന്നുകൊണ്ട് ഈ രാജ്യത്തെ എല്ലാ അക്രമികളെയും നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നു, അവരുടെ സ്വാതന്ത്ര്യം കവർന്നെടുക്കാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം നൽകിയതെന്ന് ജമാഅത്ത് ഇസ്ലാമി അതിശക്തമായോട് ചോദിക്കുന്നു. അഭിമാന സംരക്ഷണം ഇവിടെ പ്രധാനമാണ്. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത് പാകിസ്ഥാനിലേക്ക് പോകുക എന്നത് മനുഷ്യന്റെ അഭിമാനത്തിന് നേരെയുള്ള കടന്നാക്രമണം ഞാൻ പറയേണ്ടതില്ല. ആ അഭിമാനത്തെ കവർന്നെടുക്കുന്നവരോട് പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യം ഉണർത്താനാണ് ജമാഅത്ത് ഇസ്ലാമി ആഗ്രഹിക്കുന്നത്. ഇന്ന ദിമാക്കും വംവാലക്കും ആറാലക്കും ഹറാമുൻ അലൈക്കും കഹുർമത്തി യൗമിക്കും ഹദാ കഹുർമത്തി ബലദിക്കും ഹദാ കഹുർമത്തി ഹൈരിക്കും ഹദാ. മനുഷ്യന്റെ ജീവനും സ്വത്തും അഭിമാനവും ആദരണീയമാണ്. 5 നേരത്തെ നമസ്കാരം നിർബന്ധമാക്കുന്നതിനും എന്ന വിശുദ്ധ വാക്യമാണ് അള്ളാഹു മനുഷ്യരാശിയെ പഠിപ്പിച്ചത്. അതുകൊണ്ട് മനുഷ്യന്റെ അഭിമാനത്തെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥമായ ഭരണകൂടം തന്നെ അവരുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുമ്പോൾ ശ്രീരാമൻ തവള ശ്രീരാമനോട് പറഞ്ഞല്ലോ, അങ്ങ് തന്നെ എന്നെ കൊല്ലാൻ ശ്രമിച്ചാൽ ഞാൻ ആരെ വിളിച്ച് പ്രാർത്ഥിക്കുമെന്ന്. അത് ഈ രാജ്യത്തെ ഭരണകൂടത്തോട് ചോദിക്കുവാൻ ജമാഅത്തെ ഇസ്ലാമി നിർബന്ധിതമാവുകയാണ് ഈ സാഹചര്യത്തിൽ എന്നർത്ഥം. അതിനാൽ അഭിമാന സംരക്ഷണം എന്ന് വളരെ വലുതാണ്. സുരക്ഷിത ബോധമുണ്ട്. നിങ്ങൾക്കറിയാം, ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളും ആദിവാസികളും ദലിതുകളും അരക്ഷിത ബോധത്തിന് അടിപ്പെട്ടിരിക്കുന്നു. എന്നല്ല, നിരന്തരമായി ഇവിടെ വർഗീയ ഫാസിസ്റ്റുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അരക്ഷിത ബോധം വളർത്താനാണ്. എന്നാൽ ഏറ്റവും അധികം ഉയർത്തിപ്പിടിക്കേണ്ടതും സുരക്ഷിത ബോധമാണ്. സ്വന്തം മകന്റെ മയ്യത്ത് കാണേണ്ടതില്ല എന്നൊരു ഉമ്മയ്ക്ക് പറയാൻ നിർബന്ധിതമാകുന്ന പൊതുബോധം വളർത്തിയെടുത്ത അരക്ഷിത ബോധം ഇവിടെയുണ്ട്. ആ അരക്ഷിത ബോധത്തെ തായ്വേലിൽ
കത്തിവെച്ചുകൊണ്ട് അതിനെ അവസാനിപ്പിക്കാതെ ഈ രാജ്യത്തിന് വളർച്ച ഉണ്ടാവുകയില്ല, പുരോഗതി ഉണ്ടാവുകയില്ല എന്നും ഈ രാജ്യത്തെ സുരക്ഷാബോധം വളർത്തുക എന്നും മൗലികമായ ബാധ്യതയാണ്. 4000 വർഷങ്ങൾക്കപ്പുറം പ്രവാചകനായ ഇബ്രാഹിം നബി ഇസ്ലാം മക്കയിൽ വന്നുകൊണ്ട് പറഞ്ഞു, റബ്ബി ജൽഹാദാ ബലദൻ ആമിൻ എന്ന നിർഭയമായ നാട്, നിർഭയമായ നാട്. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബ്ബാബിനോട് പറഞ്ഞത് എന്താണ്? എല്ലാ മർദ്ദനങ്ങളും സഹിക്കൂ, കാരണം ഒരു ലോകം പുലരാനുണ്ട്. ആ പുലരുന്ന ലോകത്തെ സ്വന്ന മുതൽ ഹദറമൗത്ത് വരെ ഒരു യാത്രാ സംഘത്തിന് പടച്ചോനെയും ചെന്നായും അല്ലാതെ ആരെയും പേടിക്കാതെ യാത്ര ചെയ്യാൻ കഴിയുന്ന സുരക്ഷിതമായൊരവസ്ഥ. ആ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി രാജ്യത്ത് പണിയെടുക്കുന്നത്. അരക്ഷിത ബോധമല്ലാത്തൊരു ഇന്ത്യക്ക് വേണ്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി രാജ്യത്ത് പണിയെടുക്കുന്നത്. ഇവിടെ ഫാഷിസമുണ്ട്, ജനാധിപത്യത്തിലൂടെയാണ് ഫാഷിസം കടന്നു വന്നത്. ഇവിടെ മാത്രമല്ല, ഇറ്റലിയിൽ, ജർമ്മനിയിൽ, ലോകത്ത് ഇപ്പോൾ ഏറ്റവും അവസാനം അമേരിക്കയിലുമൊക്കെ റാഷിസമായാലും ഷോവനിസമായാലും ഫാഷിസമായാലും കടന്നു വരുന്നത് ജനാധിപത്യത്തിലൂടെയാണ്. അത് ജനാധിപത്യത്തിൻ്റെ ദൗർബല്യങ്ങൾ ഒന്നുകൂടിയാണെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഫാഷിസത്തെ ജമാഅത്തെ ഇസ്ലാമി നേരിടാൻ ആഗ്രഹിക്കുന്ന 2 കാര്യങ്ങളിലൂടെയാണ്. ഒന്ന് ജനാധിപത്യത്തിലൂടെയാണ്, രണ്ടാമത്തെ പൗരബോധം വളർത്തിയെടുത്തുകൊണ്ടാണ്. ഈ രാജ്യത്തെ ജനങ്ങളിൽ പൗരബോധം വളർത്തിയെടുക്കേണ്ടത്. ഖലീഫ ഉമറുൽ ഫാറൂഖ് നേരെ തിരിഞ്ഞുകൊണ്ട് താങ്കൾ ധരിച്ച കുപ്പായം എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുന്ന ഒരു പൗരന്റെ പൗരബോധമാണ് ഈ രാജ്യത്തുണ്ടാവേണ്ടത്. ആ പൗരബോധം ഉണ്ടാകുമ്പോൾ ഈ രാജ്യത്തെ 130 കോടി മനുഷ്യരുടെ വിയർപ്പിന്റെ ഗന്ധമുള്ള, രക്തത്തിന്റെ വർണ്ണമുള്ള, അവിടെ നിശ്വാസത്തിന് ചൂടുള്ള സമ്പത്ത് ഇന്ന് രാത്രി മുതൽ വരികയില്ല എന്ന് പറയാൻ ഈ രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് അപ്പോൾ കഴിയുകയില്ല. അങ്ങനെ കഴിയാതിരിക്കുന്ന ഒരു പൗരബോധമാണ് ഈ രാജ്യത്തുണ്ടാവേണ്ടത്. ജമാഅത്ത് ഇസ്ലാമി ആത്മാർത്ഥമായി ആഗ്രഹിക്കും, ഈ രാജ്യത്തെ ജനതയോട് അത് പറയുകയും ചെയ്യും. ഇത് മഹറിന്റെ കാര്യത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ ശ്രമിച്ച ഉമറുൽ ഫാറൂഖ് തന്നെ നേരെ ഈ ചോദ്യം ഉന്നയിച്ചത്, ഈ വിധം ചോദ്യം ചെയ്തത് ഒരു സ്ത്രീയാണെന്ന കാര്യം പോലും ഇവിടെ വിസ്മരിക്കാൻ പാടില്ല. അതിനാൽ ഫാഷിസത്തെ ജമാഅത്തെ ഇസ്ലാമി നേരിടാൻ ആഗ്രഹിക്കുന്ന ജനാധിപത്യ മൂല്യങ്ങൾ കൊണ്ടും ഈ രാജ്യത്തെ പൗരബോധത്തെ വളർത്തിയുമാണ് എന്ന് സന്ദർഭത്തിൽ പ്രത്യേകമായി സൂചിപ്പിക്കുകയാണ്. ഇവിടെ വംശീയതയുണ്ട്, വർഗീയതയുണ്ട്. വംശീയത കൊണ്ടും വർഗീയത കൊണ്ടുമല്ല ജമാഅത്തെ ഇസ്ലാമി നേരിടാൻ ആഗ്രഹിക്കുന്നത്. മറിച്ചതിനെ മാനവികത കൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി നേരിടാൻ ആഗ്രഹിക്കുന്നത്, സൗഹൃദം കൊണ്ടുകൂടിയാണ്. അതാണ് പ്രവാചക മാതൃക എന്നതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ എല്ലാ വർഗീയതയും വംശീയതയും ജമാഅത്തെ ഇസ്ലാമി മാനവികത കൊണ്ട് അതോടൊപ്പം സൗഹാർദ്ദം കൊണ്ട് നേരിടാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ജാതീയതയുണ്ട്, ജാതിയെ നേരിടേണ്ടത് സാമുദായികത കൊണ്ടാണ് എന്ന് ചേർത്ത് തെറ്റിദ്ധാരിക്കാറുണ്ട്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി ജാതീയതയെ നേരിടുന്നത് സഹോദരം കൊണ്ടാണ്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ വജഅൽനാകും ഈ വിശുദ്ധ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യർ എല്ലാവരും ഒരേ മാതാപിതാക്കളിൽ നിന്നാണ്. ഇന്നഇലാഹക്കും വാഹിദ് ഇന്നഅബാക്കും വാഹിദ് കുല്ലുക്കും മിൻ ആദം വാദം മിൻ തുറാബ്. ഒരേ മാതാപിതാക്കളിൽ ജന്മമെടുത്ത മനുഷ്യരെ നിങ്ങൾ സഹോദരന്മാരാണ്. നിങ്ങളുടെ ജാതി ഭേദങ്ങൾക്കനുസൃതമായി ജന്മസിദ്ധമായ വിവേചനങ്ങൾ ഉണ്ടാകാൻ പാടില്ല. കർമ്മമാണ് നന്മ തിന്മകളുടെ അടിസ്ഥാനമെന്ന് ഈ രാജ്യത്തെ ജനകോടികളെ ഉണർത്താനാണ് ജമാഅത്തെ ഇസ്ലാമി ശ്രമിക്കുന്നത്. അതിനാൽ ജാതീയതയെ നേരിടുന്നത് സാമുദായികത കൊണ്ടല്ല, അത് നേരിടുന്നത് സാഹോദര്യം കൊണ്ടാണ് എന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി സൂചിപ്പിക്കാൻ. പിന്നെ ഈ രാജ്യത്തെ മർദ്ദിതരായ മനുഷ്യ മക്കളുണ്ട്. ആ മർദ്ദിതരുടെ മോചനം എന്നത് തീർച്ചയായും ഇസ്ലാമിക പ്രസ്ഥാനത്തിന് മൗലികമായ ബാധ്യതയാണ്. ഖുർആൻ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ട പ്രവാചകൻ മൂസാ അലൈഹിസ്സലാമയാണല്ലോ. മൂസാ അലൈഹിസ്സലാമയുടെ കഥ ഖുർആനിൽ മറ്റേത് പ്രവാചകൻ്റെതിനേക്കാൾ വിശദീകരിച്ചിട്ടുണ്ട്. ആ മൂസാ അലൈഹിസ്സലാമയുടെ നിയോഗ ലക്ഷ്യമായി ഖുർആൻ പറഞ്ഞു, ഇന്ന ഫിറഔന അലാ ഫിൽ അർളി വജഅലഹ ലാശിയൻ യസ്തയിഫു ത്വായിഫതൻ മിൻഹും യുദബ്ബിഹുനാഹു വയസ്തഹീ നിസാഹും ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ വനുരീദു അൻ നമുന്ന അലല്ലദീന ഇസ്തൂഫു ഫിൽ അർളി അവരെ നാം നേതാക്കളാക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അഥവാ മർദ്ദിതരായ ഇസ്രായേലി സമൂഹത്തിന് വിമോചനമായിരുന്നു ഹദരത്ത് മൂസാ അലൈഹിസ്സലാമയുടെ ലക്ഷ്യമെന്ന് അർത്ഥത്തിൽ ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വനുരീദു അൻ നമുന്ന അലല്ലദീന ഇസ്തൂഫു ഫിൽ അർളി വനജഅലഹും അയിമ്മത്തൻ വനജഅലുൽ വാരിസീൻ. അതാണ് വിശുദ്ധ ഖുർആൻ പ്രവാചകനായ മൂസാ അലൈഹിസ്സലാമയുടെ നിയോഗ പൂർത്തീകരണത്തെ കുറിച്ച് പറഞ്ഞത്. മർദ്ദിതരായ അടിച്ചമർക്കപ്പെട്ട ആൺകുട്ടികളെ കൊന്ന് പെൺകുട്ടികളെ ജീവിക്കാൻ വിട്ടേച്ച് പോയ ഷോവനിസ്റ്റുകളുടെയും വംശീയവാദികളുടെയും ഏകാധിപതികളുടെയും നാട്ടിൽ നിന്ന് മർദ്ദിതരായ മനുഷ്യ മക്കളുടെ വിമോചനത്തിന്റെ വിപ്ലവകാഹളം മുഴക്കിയ പ്രവാചകനായ മൂസാ അലൈഹിസ്സലാമയുടെ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി രാജ്യത്തെ മുഴുവൻ മനുഷ്യരുടെയും മുമ്പിൽ ഈ സന്ദേശമാണ് സമർപ്പിക്കുന്നത്. അങ്ങനെ രാജ്യത്തെ മുഴുവൻ മനുഷ്യരുടെയും മുമ്പിൽ ഇസ്ലാമിനെ സമഗ്രമായി ഇസ്ലാമിന്റെ സന്തുലിതമായ പ്രതിദാനം നിർവഹിക്കുന്നതോടൊപ്പം
മുസ്ലിം സമുദായത്തിൻ്റെ പ്രത്യേകമായ സംസ്കരണത്തിന് ഊന്നൽ നൽകുന്നു. ജമാഅത്ത് ഇസ്ലാമി ആഗ്രഹിക്കുന്നു ഈ രാജ്യത്തെ ഓരോ മുസ്ലിമും ഖൈർ ഉമ്മത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് നമ്മുടെ ഡോക്ടർമാർ മറ്റു ഡോക്ടർമാർക്ക് മാതൃകയാവണം, എഞ്ചിനീയർമാർക്ക് മാതൃകയാകണം, നമ്മുടെ ബാപ്പമാർ അച്ഛന്മാർക്ക് മാതൃകയാവണം, ഉമ്മമാർ അമ്മമാർക്ക് മാതൃകയാവണം, ഭർത്താക്കന്മാർക്കും ഭാര്യമാർക്കും കുട്ടികൾക്കും മാതൃകയാവണം. ജീവിതത്തിൻ്റെ ബഹുമുഖമായ മേഖലയിൽ ഇസ്ലാമിനെ യഥാവിധി പ്രതിനിധീകരിച്ചുകൊണ്ട് ഖൈർ ഉമ്മത്തിൻ്റെ ഭാഗമായി മാറ്റിയെടുക്കാനാണ്, മുസ്ലിം സമുദായത്തെ മാറ്റിയെടുക്കാനാണ് ജമാഅത്തെ ഇസ്ലാമി രാജ്യത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ഏറ്റവും പീഡനം അനുഭവിക്കുന്ന അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ഒരു സമുദായം എന്ന നിലയിൽ മുസ്ലിങ്ങളും ആദിവാസികളും ദലിതുകളും പിന്നാക്കക്കാരുമുള്ളവരുടെ അവകാശ സംരക്ഷണം ജമാഅത്ത് ഇസ്ലാമി ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അത് ഏറ്റവും പ്രധാനമാണ്. മുസ്ലിം സമുദായത്തിൻ്റെ ഐക്യവും കൂട്ടായ്മയും എവിടെ മുസ്ലിം സമുദായത്തിൻ്റെ ഐക്യത്തിനും കൂട്ടായ്മയ്ക്കും വേണ്ടിയുള്ള അവസരം ഉണ്ടാകുന്നു അവിടെയെല്ലാം ജമാഅത്തെ ഇസ്ലാമി അത് ശക്തമായി പിന്തുണയ്ക്കുകയും സാധ്യമാവുന്ന നേരത്തെല്ലാം നേതൃത്വപരമായ പങ്കുവഹിക്കുകയും ചെയ്യുന്നു. എന്നാൽ മുസ്ലിം സമുദായത്തിന് മാത്രം കൂട്ടായ്മയല്ല, ഈ രാജ്യത്തെ ജാതി മതഭേദമന്യേ നല്ലവരായ അവർഗീയരായ മനുഷ്യാവകാശ പ്രവർത്തകരായ എല്ലാ നല്ല മനുഷ്യരെയും മാനവികമായ കൂട്ടായ്മയ്ക്കും ജമാഅത്തെ ഇസ്ലാമി രാജ്യത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അത്തരം ഒരുപാട് വേദികൾ ഇന്ത്യയിലെ പല മേഖലകളിലും ജമാഅത്തെ ഇസ്ലാമി തന്നെ മേൽനോട്ടം വഹിച്ചുകൊണ്ടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതം തന്നെയാണ് ജനസേവന മേഖല. അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ജനസേവന മേഖലയിലും ജമാഅത്തെ ഇസ്ലാമി നിർണായകമായ പങ്കാണ് വഹിക്കുന്നതെന്ന് ഞാൻ പറയാത്ത നിങ്ങൾക്കറിയാം. ദേശീയ തലത്തിൽ വിഷൻ 2016 ആരംഭിച്ച് 2026 ജന്നത്തി നിൽക്കുന്നത്. കേരളത്തിലെ പീപ്പിൾസ് ഫൗണ്ടേഷനിലൂടെ ഈ രാജ്യത്തെ പ്രയാസം അനുഭവിക്കുന്ന മുഴുവൻ മനുഷ്യരെയും വേദന കയറ്റാനാണ് ജമാഅത്ത് ഇസ്ലാമി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ജാതി മതഭേദമന്യാണ്, അത് ഊന്നി പറയേണ്ടതുണ്ട്. പ്രവാചകനായ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല്ല് പൊട്ടിച്ച ബദറും മുഹദും നയിച്ച ശത്രുക്കൾ മക്കയിൽ ദാരിദ്ര്യം അനുഭവിച്ചപ്പോൾ അവർക്ക് അന്നം ശേഖരിച്ച് കൊടുത്തയച്ച മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക പിന്തുടർന്നുകൊണ്ട് ഈ രാജ്യത്തെ കഷ്ടപ്പെടുന്ന മുഴുവൻ മനുഷ്യരെയും സേവിക്കുക എന്ന ജമാഅത്ത് ഇസ്ലാമി ഒരു ഇബാദത്തായി കണ്ടത് നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം ഇതിന് പാകപ്പെട്ട ഒരു സമുദായത്തെ തെസ്കിയത്തിലൂടെ സമൂഹത്തെ വളർത്തിയെടുക്കുക എന്നതും ജമാഅത്തെ ഇസ്ലാമി തീരുമാനിച്ചിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി കഴിഞ്ഞ 75 വർഷമായി സ്വതന്ത്ര ഇന്ത്യയിൽ കഴിഞ്ഞ 6 പതിറ്റാണ്ടായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അതാണെന്നർത്ഥം. ഇവിടെ അവസാനിപ്പിക്കുന്നതിൻ്റെ ഒറ്റ കാര്യമായി പറയാനുള്ളൂ, ഈ മഹാദൗത്യം നിർവഹിക്കാൻ ജമാഅത്തെ ഇസ്ലാമി ഇപ്പോഴുള്ള ഈ പ്രവർത്തകർ മാത്രം ഒരിക്കലും മതിയാവുകയില്ല. എന്നാൽ ഇവിടെ എൻ്റെ വാക്കുകൾ ശ്രമിക്കുന്ന മുഴുവൻ സഹോദരന്മാർക്ക് പറയാനുള്ളത്, നിങ്ങൾ തീർച്ചയായും ജമാഅത്തെ ഇസ്ലാമിയോട് സഹകരിക്കുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തനം നടത്തുന്ന പത്രം നിങ്ങൾ വാങ്ങുന്നു, അവർ നടത്തുന്ന ചാനൽ നിങ്ങൾ കാണുന്നു, നിങ്ങൾക്ക് സംഭാവന കൊടുക്കുന്നു, അവരുടെ യോഗകളിലേക്ക് പോകുന്നു, പള്ളികളിലേക്ക് പോകുന്നു, കുട്ടികളെ സ്ഥാപനത്തിലേക്ക് അയക്കുന്നു, റിലീഫ് പ്രവർത്തനങ്ങളിൽ സഹകരിക്കുന്നു. പക്ഷേ അവിടെ നിർത്തരുത്. ഈ മഹാദൗത്യം നിർവഹിക്കുവാൻ വമ്പിച്ച ജനശക്തി ആവശ്യമാണ്. അതാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയുന്നു, പ്രത്യേകിച്ച് എൻ്റെ സഹോദരിമാർ, അവരോട് ഞാൻ പറയുന്നു, അല്ലാഹുവിൻ്റെ യാത്രാ സംഘത്തിൽ 14 നൂറ്റാണ്ട് പിന്നിട്ട ശേഷം പ്രവാചകന്റെ പാത പിന്തുടർന്നുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാഹുവിൻ്റെ യാത്രാ സംഘത്തിൽ, അവൻ്റെ അടിയാളികളുടെ യാത്രാ സംഘത്തിൽ നിങ്ങളും അണിചേരുക, നിങ്ങളും പങ്കാളികളാകുക. ഓരോരുത്തർക്കും എന്താണോ ഈ മാർഗത്തിൽ ചെയ്യാൻ കഴിയുന്നത് ആ കാര്യം ചെയ്യുമെന്ന് ഏറ്റെടുത്തുകൊണ്ട് കാഴ്ചക്കാരായി മാറി നിൽക്കുന്നതിന് പകരം ഇതിൽ പങ്കാളികളാകാൻ നിങ്ങൾ ഓരോരുത്തരും സന്നദ്ധരാവണമെന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ അള്ളാഹുവിൻ്റെ പേരിൽ വളരെ വിനയപൂർവ്വം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ, തുണക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.